രാജ്യമെമ്പാടുമുള്ള മോദി വിരുദ്ധർ എപ്സ്റ്റീൻ ഫയൽസിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയാണ്. നരേന്ദ്രമോദിയുടെ പേര് എങ്ങനെയാണ് എപ്സ്റ്റീൻ ഫയൽസിൽ വന്നത് എന്ന ചോദ്യം അവർ ഉയർത്തുകയാണ്. പ്രധാനമായിട്ടും എപ്സ്റ്റീൻ ഫയൽസ് പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പേര് അതിൽ എന്തിനാണ് പരാമർശിച്ചിരിക്കുന്നത്? 2017 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ നരേന്ദ്രമോദി കാണാൻ പോയത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടാണെന്നും ഇസ്രായേലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതന്യാഹുവിനോടൊപ്പം സാംസ്കാരിക പരിപാടിയിൽ നൃത്തം ചെയ്തു എന്നുള്ളതുമാണ് എപ്സ്റ്റീൻ ഫയൽസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ യൂട്യൂബിൽ കൃത്യമായി 2017 അവിടെ നടന്ന സാംസ്കാരിക പരിപാടിയുടെ വിഷ്വൽസ് ഉണ്ട്. ആ ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ കാണാം, തൊട്ടടുത്ത് നിൽക്കുന്ന നെതന്യാഹുവിനെ കാണാം. എന്നാൽ അവിടെ നടക്കുന്നത് തികച്ചും ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് കൃത്യമായി വ്യക്തമാകും. അതോടുകൂടി മോദിയുടെ എപ്സ്റ്റീൻ ഫയൽസിലെ പേര് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം ഏറ്റെടുക്കാത്തത് എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി ഈ വിഷയം ഏറ്റെടുക്കാത്തത് അതിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അത്ഭുതവുമുണ്ട്. കാരണം നരേന്ദ്രമോദിക്കെതിരെ എന്തു വന്നാലും, ഉദാഹരണം ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ പോലും രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും രാജ്യമെമ്പാടും ഒരു കലാപത്തിനുള്ള സാധ്യത തേടുകയും ചെയ്തിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോഴത്തെ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എപ്സ്റ്റീൻ ഫയൽസിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എപ്സ്റ്റീൻ ഫയൽസിൽ രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? പ്രധാനമായിട്ടും എപ്സ്റ്റീൻ ഫയൽസിലെ ഡാറ്റാ സെറ്റ് 9 പറയുന്നു, ഇറ്റ് വാസ് profoundly depressing to see party hacks raising slogans after their defeat in favor of Priyanka Gandhi, sister of Rahul Gandhi, the man who has his son Rahul Gandhi represents the family's Nadir. He has nothing on his curriculum which that is not a family inheritance. There has never been a contrast as great between two contending Indian leaders as there was between Modi and Rahul Gandhi എന്നുള്ള ഒരു റിപ്പോർട്ട് എപ്സ്റ്റീൻ ഫയൽസിനകത്തുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയുടെ കൈവശം എന്താണുള്ളത്? രാഹുൽ ഗാന്ധിയുടെ കൈവശം ഒരു ചുക്കുമില്ല എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് നയിക്കാനുള്ള പ്രാഗൽഭ്യമോ നയിക്കാനുള്ള യാതൊരുവിധ അർഹതയോ ഇല്ല. രാഹുൽ ഗാന്ധി നയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനും സാധിക്കില്ല. രാഹുൽ ഗാന്ധിയുടെ കൈവശം ആകെ ഉള്ളത് കോൺഗ്രസിന്റെ പാരമ്പര്യവും ആ കുടുംബ പാരമ്പര്യവും മാത്രമാണ്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു കമ്പാരിസണേ പാടില്ല, അല്ലെങ്കിൽ അത് പറ്റില്ല, നടക്കില്ല എന്നാണ് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത്. ഡാറ്റാ സെറ്റ് 10 പറയുന്നു, രാഹുൽ ഗാന്ധി ഓഫ് കോൺഗ്രസ് in the end proved to be a hopeless amateur, poorly advised without even decent media management skills or the ability to present എന്നാണ് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോപ്പ്ലെസ് amateur, അതായത് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ലാത്ത ഒരു നേതാവായി അധപതിച്ചിരിക്കുന്നു. പോരാത്തതിന് പൂർലി അഡ്വൈസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശങ്ങളെല്ലാം തന്നെ വളരെ പൂറാണ്, കാമ്പും കഴമ്പും ഇല്ലാത്തതാണ് എന്ന് പറയുന്നു. ഡീസന്റ് മീഡിയ മാനേജ്മെന്റ് സ്കിൽസ് പോലുമില്ല, അതായത് മാധ്യമങ്ങളെ പോലും കൈകാര്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, ഡീസന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നു. ഒരു എബിലിറ്റി ടു പ്രസന്റ്, അതായത് ഒരു കാര്യം അവതരിപ്പിക്കാൻ പോലും രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിയില്ല എന്നും കൃത്യമായി എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ പേരും എപ്സ്റ്റീൻ ഫയൽസിൽ ഉണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ രാജ്യം ചർച്ച ചെയ്യാതെ കിടക്കുന്ന ഒരു വിഷയമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.